ശബരിമലയിലെ യുവതി പ്രവേശനത്തെ ചൊല്ലി ഉണ്ടായ കോലാഹലങ്ങൾ, എത്രമാത്രം വലിയ സമരങ്ങൾ, എത്രമാത്രം വലിയ വിവാദങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അടഞ്ഞ അധ്യായമാണെന്ന് പറയാൻ കഴിയുക? അതൊരു രാഷ്ട്രീയ നീക്കം മാത്രമാണെന്നും അവസരവാദമാണെന്നും BJP പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയും CPM-ന്? സർക്കാരിന് ആ സത്യവാങ്മൂലം പിൻവലിക്കാനുള്ള ആർജവമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വിശ്വാസികൾക്കൊപ്പമാണെന്ന് വിശദീകരിക്കുന്ന CPM നേതൃത്വം. വിശദമായി നോക്കാം ന്യൂസ് അറ്റ് 9 PM. ആദ്യം തലക്കെട്ടുകൾ. ബംഗളൂരുവിൽ കോളേജിലെ ഓണാഘോഷത്തിനിടെ സംഘർഷം. മലയാളി വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. കണ്ണാടിക്കൽ ആയിഷ റഷയുടെ മരണത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക കണ്ടെത്തൽ. 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്ന് സ്ഥിരീകരണം. പരാതി നൽകാതിരിക്കാൻ സമ്മർദ്ദമെന്നും കണ്ടെത്തൽ. രാഹുലിനെ ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ബില്ലുകളുടെ സമയപരിധിയിൽ സുപ്രധാന പരാമർശവുമായി സുപ്രീം കോടതി. ഗവർണർക്ക് ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കാനാകില്ലെന്ന ചീഫ് ജസ്റ്റിസ്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് കേരളവും തമിഴ്നാടും. രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഭരണഘടനാ ബെഞ്ചിൽ നാളെയും വാദം. ശബരിമല യുവതി പ്രവേശനം കഴിഞ്ഞ അധ്യായമെന്ന MV ഗോവിന്ദൻ. CPM വിശ്വാസികൾക്കൊപ്പമെന്നും സംസ്ഥാന സെക്രട്ടറി. ശബരിമലയിൽ CPM-ന് എല്ലാ കാലത്തും ഒരേ നിലപാടെന്ന് TP രാമകൃഷ്ണൻ. യുവതി പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമെന്ന BJP. അധ്യായമല്ലെന്ന് BJP. കനത്ത മഴയിൽ വലഞ്ഞ ഉത്തരേന്ത്യ. ഡൽഹിയിൽ യമുന നദി കരകവിഞ്ഞു. സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് മുന്നറിയിപ്പ്. പഞ്ചാബിൽ മഴക്കെടുതിയിൽ 29 മരണം. ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രിയുടെ പരോക്ഷ വിമർശനം. ചിലരുടെ സാമ്പത്തിക സ്വാർത്ഥത വെല്ലുവിളി ഉയർത്തുന്നു. രാജ്യം അതിജീവിക്കുമെന്ന് മോദി. അമ്മയ്ക്കെതിരായ മുദ്രാവാക്യത്തിൽ വൈകാരിക പ്രതികരണം. हर मां चाहती है कि बेटा बड़ा हो, मां के लिए कुछ न कुछ करता रहे, लेकिन मेरी मां ने खुद के लिए नहीं, आप जैसी करोड़ों माताओं की मैं सेवा कर सकूं, इसलिए खुद से अलग करके मुझे जाने की इजाजत दी. ൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ച് മിച്ചൽ സ്റ്റാർക്ക്. പ്രഖ്യാപനം ലോകകപ്പ് മത്സരം പടിവാതിക്കൽ നിൽക്കെ. ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ തുടരും. ക്രീസ് വിടുന്നത് 2020 ഓസ്ട്രേലിയയ്ക്ക് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർ. ന്യൂസ് അറ്റ് 9 വിശദമായി. ബംഗളൂരുവിൽ കോളേജിലെ ഓണാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ മലയാളിയായ വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. മലപ്പുറം സ്വദേശി മുഹമ്മദ് സാബിത്തിനാണ് കുത്തേറ്റത്. ആചാര്യ നഴ്സിംഗ് കോളേജിലാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ 4 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, ഓണാഘോഷങ്ങൾക്കിടെ ഇത്തരത്തിൽ സംഘർഷങ്ങളുടെ വാർത്ത വരുന്നത് അത് സങ്കടകരമാണ്. എന്താണ് സംഭവിച്ചത്? എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിലെ ആചാര്യ നഴ്സിംഗ് കോളേജിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇന്ന് കോളേജിലെ ഓണാഘോഷ പരിപാടികളായിരുന്നു. ഈ ഓണാഘോഷ പരിപാടിക്കിടയിലാണ് ഈ വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ ചേരി തിരിഞ്ഞ് ഇത്തരത്തിൽ ഒരു വലിയ ഒരു സംഘർഷം ഉണ്ടാക്കുകയും പിന്നീട് ഏറ്റുമുട്ടലുണ്ടായത്. അതിനിടെ പുറത്തു നിന്നെത്തിയ സംഘം കോളേജിൽ കയറി പ്രശ്നമുണ്ടാക്കി. പിന്നീട് രാത്രിയോടെ മലയാളി വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെത്തി വലിയൊരു അന്തരീക്ഷം സൃഷ്ടിച്ച സംഘം ആക്രമണം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് സാബിത്ത് എന്ന 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിക്ക്
കുത്തേറ്റത്. ഈ കോളേജിൽ മുൻപ് പഠിച്ചിരുന്ന ആദിത്യനാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മാഹി സ്വദേശിയായ ആദിത്യൻ നേരത്തെ ഈ കോളേജിൽ BBAക്ക് പഠിച്ചിരുന്നെങ്കിലും ഇടയ്ക്ക് പഠനം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കോളേജിന് സമീപത്ത് തന്നെ ഒരു ടാറ്റു ഷോപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ബംഗളൂരു സ്വദേശികളുമായി ചേർന്നാണ് ആദിത്യൻ ആക്രമണം നടത്തിയതെന്നൊരു പരാതിയും ഉയർന്നുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ആദിത്യനെയും 2 മലയാളി വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്ന ആക്ഷേപവും വിദ്യാർത്ഥികൾക്കിടയിൽ ഉയരുന്നുണ്ട്. ആക്രമണത്തിൽ വയറിന് കുത്തേറ്റ സാബിത ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദ്യാർത്ഥിയുടെ നില ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരവും. റൈറ്റ്. ബംഗളൂരുവിൽ മലയാള വിദ്യാർത്ഥി കുത്തേറ്റ വാർത്തയാണ് വരുന്നത്. അവിടുന്ന് ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം പ്രതികരണം കണ്ട ശേഷം നവമിയിലേക്ക് മടങ്ങിയെത്താം കൂടുതൽ വിവരങ്ങൾക്കായി. സംഭവം എന്ന് വെച്ചാൽ ഈ ആദ്യം വരുന്നിടത്തിന് ഇവന് ഇവിടെ പഠിക്കുന്ന പോലത്തല്ല, ഇവിടെ പഠിക്കുന്ന ചെക്കനൊന്നല്ല. ഇവിടെ ഇവനെയാണെങ്കിൽ ഇന്നലെ ഓണപ്പരിപാടിക്ക് ഇന്നലെ കോളേജിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവനിവിടെ ഫാക്കൽറ്റീസിന് അനുഭവത്തോട് കൂടിയിട്ട് ഇവൻ വടിയെല്ലാം എടുത്തിട്ട് നമ്മളെ അകത്ത് കുറേ അടിച്ചല്. അതിൻ്റെ അകത്തുനിന്നാണെങ്കിൽ ഒരു ചെക്കൻ്റെ ഓന് ഇടിയോളിൽ ഉപയോഗിച്ച് അടിച്ചിട്ട് മുഖത്തുനിന്ന് ചോരെല്ലാം വന്നിന്. അപ്പോൾ ആ ടൈമാണെങ്കിൽ പിന്നെ അപ്പോൾ നമ്മൾ തിരിച്ചടിക്കാനോ പിടിക്കാനോ അതിനോടൊന്നും നിന്നിട്ടൊന്നുമില്ല. പിന്നെ വെച്ചാൽ രാത്രി അന്നതേ ദിവസം രാത്രി ഇവരൊരു കാറിലും ഒരു 4-5 ബൈക്കിലും ഒരു ടീം ബാക്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു. എന്നിട്ട് നേരെ ബാക്കിലെ ഫോളോ ചെയ്ത് നമ്മളെ ചേസ് ചെയ്തിട്ട് നമ്മളെ ബൈക്കിന് മുമ്പിൽ നിർത്തി. നമ്മളിത് കാരണം വെച്ചാൽ ഇതിങ്ങനെ ബൈക്കും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ മേടിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ നമ്മളെ ബൈക്കും കണ്ട് കറക്റ്റ് റൂം ചെയ്താൽ മനസ്സിലായി. ഇവൻ എന്താക്കി, ഇവന് ആൽബിന്, പിന്നെന്താ സുഹൈല്, പിന്നെ സിജോ, കെവിന്, ഇങ്ങനെ കുറെ ടീമുണ്ട്. ഇവരൊന്നും ഇവിടെ പഠിക്കുന്നൊന്നല്ല. ഇതിൽ 2-3 ചെക്കന്മാർ മാത്രമേ ഇവിടെ പഠിക്കുന്നില്ലൂ. ബാക്കിയൊന്നും ഇവിടെ വെറുതെ വർക്ക് ചെയ്യുന്ന ടീമാണ്. ഇവരാണെങ്കിൽ ഡോർ തുറന്നു കൊടുത്തിട്ടില്ല, നമ്മൾ പേടിച്ചിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ എന്താക്കി ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയിട്ട് നമ്മളാണെങ്കിൽ ഈ 3 പേര് പ്രശ്നത്തിൽ ഇല്ല. ഈ കോളേജിൻ്റെ അകത്ത് പോലെ നമ്മൾ ഈ പ്രശ്നമായിട്ട് ബന്ധമൊന്നുമില്ല. നമുക്ക് അറിയുന്ന ഒരു ചങ്ങായിട്ട് അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഇവനാണെങ്കിൽ കയറിയിട്ട് അകത്ത് കയറിയിട്ട് ചവിട്ടിയിട്ട് ഇടിവളി ഉപയോഗിച്ച് പിന്നെന്താ കത്തി ഉപയോഗിച്ചിട്ട് പിന്നെന്താ അബ്ഡോമിനെല്ലാം ഭാഗത്ത് കുത്തുകയും ചെയ്തു. ആദ്യം ഇവനെ അടിച്ചേ, ഇവൻ ആദ്യം തന്നെ ഇതിനുള്ളിൽ ആദ്യം കയറി ഇടിവളെടുത്ത് ഒരു മൂക്കിന് 4-5 കുത്ത് തന്നെയും കുത്തി. പിന്നെ ബാക്കി 2 ചെക്കന്മാർ ഒരുത്തന്നെ എന്താക്കി വാതയെ കിട്ടീനോന്. അപ്പോൾ ഓനൊക്കെ അതിന് കത്തീനെ കൊണ്ട് പിടിച്ച് കുത്തിക്കയറ്റി, പള്ളക്ക് പിടിച്ച് കുത്തിക്കയറ്റി. വെച്ച് ആദ്യം കഴുത്തിൽ വെച്ചിട്ട് ഇന്നെ കൊല്ലട്ടെ എന്നെല്ലാം പറിച്ച് കുറെ ഭീഷണിപ്പെടുത്തി. പിന്നെ ലാസ്റ്റ് എന്താക്കി പിന്നെ ഇത് അരക്ക് വെച്ചിട്ട് കുത്തി. ശരിക്കും അങ്ങ് ഉള്ളി ഡീപ്പായിട്ട് കാണുന്ന ഹോസ്പിറ്റലിൽ കുത്തിന് ശേഷം ഇവര് കുറെ ആൾക്ക് എന്നിട്ടും കേറിയിട്ട് ഈ ചോര വന്നോണ്ടിരിക്കുന്ന ഈ ചെക്കന്റെ കണ്ണിന്ന് പറയുന്നുണ്ട്, കണ്ണിന്ന് ഇങ്ങനെ ചോര ഇരുന്ന് കേട്ടോ, വീട്. എന്നിട്ട് ഇവൻ അതിന്റെ മുകളിൽ കൂടി കുത്തി പറയുന്നത് എനിക്ക് ആരാ മനസ്സിലായിട്ടില്ല, നീ ആരോടാ കളിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നമ്മൾ എന്തെന്നാ ഈ കണി എന്ത് നമ്മളെ കുറിച്ച് വിചാരിച്ചിന്, നീ അകത്തുനിന്ന് കണ്ട വിചാരിച്ച പോലെ ഒന്നല്ല ഈ കാര്യങ്ങളൊന്നും എന്തൊക്കെയോ പറഞ്ഞ് അടിച്ചെന്നല്ലോ. നവമി, പ്രതികരണം കേട്ടാൽ മനസ്സിലാവുന്നത് ഇതൊരു വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു സംഘർഷമല്ല, അതിനും അപ്പുറത്തേക്ക് അവിടെ പഠിച്ച മറ്റാരോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളാണ് അതിന് പിന്നിൽ. ഇതും ഈ അക്രമം നടത്തിയവരും മലയാളികളാണോ? ഇതിലിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദിത്യൻ എന്നൊരു വിദ്യാർത്ഥിയുണ്ട്. അത് മലയാളിയാണ്, മാഹി സ്വദേശിയാണ്. പക്ഷേ ഈ വിദ്യാർത്ഥി അവിടെ പഠിച്ചിരുന്നുവെങ്കിൽ പോലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. പിന്നീട് പഠിക്കാൻ കോളേജിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ആദിത്യനെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു. പിന്നീട് ബംഗളൂരിൽ തന്നെ ഈ കോളേജിന് അടുത്തായി തന്നെ ഒരു ടാറ്റു സ്റ്റുഡിയോ നടത്തുന്ന വ്യക്തിയാണ് ആദിത്യൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. ബംഗളൂരിലുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഗുണ്ടാ സംഘങ്ങളെയും ചേർത്താണ് ഇവിടെ ഒരു വലിയ ആക്രമണം ഈ ഹോസ്റ്റലിൽ ആദിത്യൻ അഴിച്ചുവിട്ടത് എന്നതാണ് ഇപ്പോൾ ദൃക്സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം പറയുന്നത്. ആദ്യം ആദിത്യനും സംഘവും വന്ന് വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും സുഹൈലിനെ കുത്തേൽക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനത്തിന് കാരണം എന്നാണ് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. മുൻപ് ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻ വൈരാഗ്യമുണ്ടോ എന്ന സംശയം തന്നെയാണ് പോലീസും പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകണമെങ്കിൽ അതിന് മുൻപായി എന്തോ സംഭവം നടന്നിട്ടുണ്ട്
എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. ആദിത്യനും ഈ കുത്തേറ്റ വിദ്യാർത്ഥിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ മറ്റ് സഹപാഠികളും തമ്മിൽ പ്രശ്നം നടന്നിട്ടുണ്ടോ എന്നതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ വിധത്തിലുള്ളൊരു പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുത്തേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള പരിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മറ്റു ചില വിദ്യാർത്ഥികൾക്കും ആക്രമണം നേരിടേണ്ടി വന്നു. അവരുമെല്ലാം ആശുപത്രിയിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആദിത്യനെയും മറ്റ് 3 പേരെയുമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിടാൻ കാരണം എന്നതാണ് പോലീസ് ഇനി കണ്ടെത്തുന്നത്. റൈറ്റ്, നവമി സൂചിപ്പിച്ചതുപോലെ അത് കേവലം ഒരു ഓണാഘോഷത്തിനിടെ തർക്കമോ ആണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കാണുന്ന ദൃശ്യം തന്നെ നോക്കൂ, മുഖത്തു നിന്നും കണ്ണിൽ നിന്നുമൊക്കെ ചോര ഒലിക്കുന്നുണ്ട്. അത്രമാത്രം ഗുരുതരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. അത് ബംഗളൂരുവിലാണ്, അജേരിയ നഴ്സിംഗ് ഹോസ്പിറ്റലിൽ, നഴ്സിംഗ് സ്കൂളിൽ അവിടെ ഇത്തരത്തിൽ ഒരു കത്തിക്കുത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിൽ സംഘർഷമുണ്ടായി. ആദിത്യൻ എന്ന മാഹി സ്വദേശിയാണ് പ്രധാനി എന്ന് മറ്റുള്ളവർ പറയുന്നു. ഇനി അതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസും അത്തരത്തിൽ അന്വേഷിക്കുന്നതാണ് മനസ്സിലാവുന്നത്. കേവലം ഒരു ഓണാഘോഷത്തിനിടയിലുണ്ടായ ഒരു വാക്ക് തർക്കമെന്നോ സംഘർഷമെന്നോ ഇതിനെ പറഞ്ഞൊതുക്കാൻ കഴിയുമോ എന്ന് സംശയകരമാണ്. അതിനപ്പുറത്തേക്ക് പക കൊണ്ടുള്ള അല്ലെങ്കിൽ എന്തോ വൈരാഗ്യ ബുദ്ധിയിലുള്ള ചെയ്തിയായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരുമെന്ന് തോന്നുന്നതാണ്. കൂടുതൽ കണ്ടെത്തട്ടെ, കൂടുതൽ വിവരങ്ങൾ പോലീസ് തേടട്ടെ. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടെ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിലായി എന്നുള്ളതാണ് തൊട്ടുമുമ്പ് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കണ്ണാടിക്കൽ സ്വദേശി ബഷീറുദ്ദീനാണ് അറസ്റ്റിലായത്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. അത്തോളി സ്വദേശിയെ ഞായറാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ ബഷീറുദ്ദീനായുള്ള അന്വേഷണം അത് ഊർജിതമായിരുന്നു. പ്രത്യേകിച്ചും ഇരുവരും സുഹൃത്തുക്കളായി ഉറ്റ ബന്ധത്തിലായിരുന്നു. 2 വർഷത്തോളം ഇടയ്ക്കിടെ ഈ വാടക വീട്ടിൽ താമസിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പെൺകുട്ടി അവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നു. അതിന് കാരണം ഈ താങ്കളായിരിക്കുമെന്നുള്ള പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നതാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അതേ ആക്ഷേപമുണ്ടായിരുന്നു. അപ്പോൾ ബഷീറുദ്ദീനെതിരെ രാവിലെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എവിടെ നിന്നാണ് പിടികൂടിയത് ഇയാളെ? എൽദോ, കഴിഞ്ഞ ഞായറാഴ്ച ഈ സംഭവം നടന്ന ശേഷം ഈ വീട്ടിലെത്തിയപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ കുട്ടിയെ ഇയാൾ കണ്ടെത്തിയത്. അതിനുശേഷം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തൊട്ടു പിന്നാലെ ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിക്കുകയും പോലീസിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം ബഷീറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷെ അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കേസിൽ പ്രതി ചേർക്കുന്നതിനോ പര്യാപ്തമായ തെളിവുകൾ ലഭിച്ചിട്ടിരുന്നില്ല. പിന്നീട് ഐഷയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ഇരുവരും തമ്മിൽ 2 വർഷത്തിലധികമായി പരിചയമുണ്ടായിരുന്നു. പലപ്പോഴും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി വാട്സാപ്പ് സന്ദേശങ്ങളിൽ നിന്നും പോലീസിന് മനസ്സിലായി. ഒപ്പം താൻ മരിച്ചാൽ അതിന് ഉത്തരവാദി അല്ലെങ്കിൽ താൻ മരിക്കുന്നതിന് ഉത്തരവാദി ബഷീറുദ്ദീൻ ആയിരുന്നുവെന്ന് ബഷീറുദ്ദീന് തന്നെ ഈ കുട്ടി മെസ്സേജ് അയച്ചിരുന്നു. ഇത് ബഷീറുദ്ദീന്റെ ഫോണിൽ നിന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം ബഷീറുദ്ദീന്റെ ലാപ്ടോപ്പ്, ഫോൺ എന്നിവ വിശദമായ പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ ഒരു ടാബും പോലീസ് പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ലഭിച്ച തെളിവുകൾ പ്രകാരം ബഷീറുദ്ദീനാണ് ഈ മരണത്തിന് കാരണം എന്നാണ് ഈ പെൺകുട്ടി അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ നിന്നും തന്നെ വ്യക്തമാകുന്നത്. ഇതനുസരിച്ചാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ബഷീറുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. ഒപ്പം ആയിഷയുടെ സുഹൃത്തുക്കൾ പറഞ്ഞതായി ബന്ധുക്കൾ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വീട്ടുപകരണങ്ങളും അടക്കം എടുത്ത് ഈ ആയിഷയെ ബഷീറുദ്ദീൻ മർദ്ദിച്ചതായാണ് അവർ വെളിപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഒരു ടോക്സിക് റിലേഷൻ ആണ് ഈ ബഷീറുദ്ദീൻ സൂക്ഷിച്ചിരുന്നത്. മറ്റുള്ളവരുമായി സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്താൽ ഇയാൾ വലിയ പ്രകോപനകാരിയായി മാറുന്നു എന്നും പറഞ്ഞിരുന്നു. ഒപ്പം ഈ ബ്ലാക്ക് മെയിലിംഗ് അടക്കമുള്ള ചില കാര്യങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നും ഈ ഐഷയ്ക്ക് നേരെ ഉണ്ടായി എന്നും പറഞ്ഞിരുന്നു. ഈ മാസം 24-നാണ് കഴിഞ്ഞ മാസം 24-നാണ് ഈ യുവതി കോഴിക്കോട് എത്തിയത്. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി 3ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ അവർ തൊട്ടടുത്താണ് അത്തോളിയിലെ വീട് എങ്കിലും അവിടേക്ക് പോകാതെ ബഷീറിനൊപ്പം ആ വാടക വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. അതിന്റെ പിന്നിൽ പല ദുരൂഹതകളും ഉണ്ട് എന്നാണ് ആ കുടുംബം ആരോപിച്ചത്. പ്രത്യേകിച്ച് ഇവരുടെ നഗ്ന ദൃശ്യങ്ങളടക്കം പകർത്തി ഇയാൾ ബ്ലാക്ക്മെയിലിംഗ് ചെയ്യുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒപ്പം ഈ ആത്മഹത്യയല്ല മറിച്ച് ഒരു കൊലപാതകമാണ് എന്ന ആരോപണം അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന് വ്യക്തമായിരുന്നു. ഇയാളുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പോലീസ് കൃത്യമായി അങ്ങനെ ഒരു നിരീക്ഷണത്തിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ആത്മഹത്യക്ക് കാരണമായി മാറിയത് ബഷറുദ്ദീൻ ആണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അത് പൂർണ്ണമായും ഇവരുടെ മെസ്സേജും സുഹൃത്തുക്കളുടെ മൊഴിയും ബന്ധുക്കളുടെ മൊഴിയും അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കൂടുതൽ വകുപ്പുകൾ ഇക്കാര്യത്തിൽ നിശ്ചിതമാണോ എന്ന കാര്യത്തിൽ പോലീസ് കൂടുതൽ ആലോചനകൾ നടത്തുകയാണ്. എന്തോ റൈറ്റ്. ബഷറുദ്ദീൻ അയാളെ പിടികൂടിയിരിക്കുന്നു. അയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു. ഈ പെൺകുട്ടി ഈ വാടക വീട്ടിൽ തൂങ്ങിവരിക്കുമ്പോൾ ഇയാളാണ് കാണുന്നതും ആശുപത്രിയിൽ എത്തിക്കുന്നതും. പക്ഷേ പിന്നീട് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ അന്നേരം സാധിച്ചില്ല. പിന്നീടാണ് കൂടുതൽ തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ അയാളെ കണ്ടെത്തി ഇപ്പോൾ അറസ്റ്റിലായിരിക്കും. MS അനീഷ് കുമാറാണ് കോഴിക്കോടും ചേർന്നത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പരാതി നൽകാതിരിക്കാൻ 2 യുവതികൾക്കും ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്ക് മുറുകുന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. 2 യുവതികൾ ഗർഭചിത്രം നടത്തി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുമ്പിൽ നേരിട്ട് പരാതി നൽകാൻ ശബ്ദരേഖ പുറത്തു വന്ന സംഭവത്തിലെ യുവതി തയ്യാറാകാതിരുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കാം എന്ന പരിശോധന ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നതിനിടയിലാണ് ഗർഭചിത്രം നടത്തിയത് ഒരാളല്ല 2 പേരാണ് എന്ന നിർണായകമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ 2 യുവതികളും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇതിൽ ഒരു യുവതിയെ സ്വാധീനിക്കാനാണ് 3 വനിതാ മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചത് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. അതിനു പിന്നാലെയാണ് മറ്റൊരാൾ കൂടി സമാനമായ ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 2ാമത്തെ യുവതി കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആശുപത്രി ബില്ലുകളും ഗർഭചിത്രം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർ കണ്ട ഡോക്ടറുടെ വിശദാംശങ്ങളും അടക്കം സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചു കഴിഞ്ഞു. ഈ വിവരങ്ങളടക്കം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് അവർ കൈമാറും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം. നിലവിലെ സാഹചര്യത്തിൽ പരാതി നൽകാതിരിക്കാൻ ഈ 2 യുവതികൾക്കും മേൽ വലിയ തരത്തിലുള്ള ബാഹ്യസമ്മർദ്ദമുണ്ട് എന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് അവർ പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറാകാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 88 ഉപയോഗിച്ചുകൊണ്ട് മാതാവിന് ജീവഹാനി സംഭവിച്ചാലോ കുഞ്ഞിന് ജീവഹാനി സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ മാത്രമേ ഡോക്ടറുടെ അനുവാദത്തോടെ നിർബന്ധിത ഗർഭചിത്രം അനുവദിക്കുകയുള്ളൂ. അങ്ങനെ നിയമപരമായി ഇതിൽ ഇരയാക്കപ്പെട്ട യുവതികൾക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ ഭീഷണികൾ നേരിട്ടതുകൊണ്ടാണോ അവർ ഈ ഗർഭചിത്രത്തിന് തയ്യാറായത് എന്ന കാര്യത്തിൽ നിയമോപദേശം തേടിയതിനു ശേഷം അവർ പരാതി നൽകാൻ കൂട്ടാക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നേരിട്ട് കേസെടുക്കാനുള്ള വകുപ്പുകളാണ് പഴുതുകളാണ് അന്വേഷണ സംഘം തേടുന്നത്. അതിനുവേണ്ടി പ്രത്യേക യോഗം ചേർന്ന് നിയമോപദേശം തേടുന്ന കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തും. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തിന് അടക്കം ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് സാഹചര്യം നീങ്ങുകയാണ്. എന്തായാലും രാഹുലിനെതിരായ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. ഡാൻ കുര്യൻ വിവരം നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിനു പിന്നാലെ സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറി മറയുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഷാഫി പറമ്പിൽ പൂർണ്ണമായും കളം മാറ്റിക്കഴിഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി മാറ്റി രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ വിഭാഗവും പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കം സജീവമാക്കിയിരിക്കുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തുടർച്ചയായി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെയാണ് 2 ദശാബ്ദത്തോളം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അച്യുതണ്ടിനും ഇളക്കം തട്ടിയത്. രമേശ് ചെന്നിത്തലയുടെ എതിർപ്പ് മറികടന്ന് 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ എത്തിയതാകട്ടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയും. മുതിർന്ന നേതൃനിരയുടെ അതൃപ്തി മറികടന്ന് 4 വർഷത്തിലധികമായി പാർട്ടിയിൽ നിർണായക സ്വാധീനമുറപ്പിച്ചിരുന്ന VD ഷാഫി കൂട്ടുകെട്ടിന് കൂടിയാണ് രാഹുൽ വിവാദത്തോടെ പൂർണ്ണമായി ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ ഭാഗമായി രാഹുലിനു വേണ്ടി പ്രതിരോധം തീർക്കുന്നവരിൽ ഷാഫി പറമ്പിലിനൊപ്പം ബെന്നി ബെഹനാൻ, MM ഹസൻ,
KC ജോസഫ് തുടങ്ങിയ നേതാക്കളാണ് മുൻനിരയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൽ VD സതീശനുണ്ടായിരുന്ന സ്വാധീനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയാണ് നിലവിൽ. M. വിൻസെന്റ് MLA ആണ് VD സതീശനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിയമസഭാംഗം. അതേസമയം K. സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ. നിലവിലെ സാഹചര്യം അവസരമാക്കി മാറ്റാനുള്ള നീക്കം KC പക്ഷവും സജീവമാക്കിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ തുടങ്ങിയവർക്ക് പുറമെ ചാണ്ടിയുമ്മൻ, മാത്യു കുഴൽനാടൻ, T. സിദ്ദിഖ്, റോജി M. ജോൺ, സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ KC വേണുഗോപാൽ പക്ഷത്തും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. K. മുരളീധരനാകട്ടെ ഗ്രൂപ്പ് നേതാക്കളോട് സമദൂര നിലപാടിലും. കോൺഗ്രസ് കേന്ദ്രങ്ങളെ പിടിച്ചുലച്ച മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരായ വിവാദം തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിയിൽ പുതിയ ശാക്തിക ചേരികളുടെ ബലാബലത്തിന് കൂടിയാണ് വഴി തുറന്നിരിക്കുന്നത്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. ശബരിമല യുവതി പ്രവേശനത്തിൽ സർക്കാരിന് യു ടേൺ. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് തിരുത്താൻ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിന് പിന്നാലെ വിശ്വാസികൾക്കൊപ്പമാണ് പാർട്ടിയെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളും നിലപാട് മാറ്റത്തിൻ്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. സ്ത്രീ പ്രവേശനം ആകാമെന്ന സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായ നിലപാട് പുതിയ സാഹചര്യത്തിൽ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാകും മാറ്റം വരുത്തുക. NSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് സർക്കാരിൻ്റെയും CPMൻ്റെയും വിലയിരുത്തൽ. അതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കാണാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂട്ടാക്കിയില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണത്തോടുകൂടിയാണ് ശബരിമല സ്ത്രീ പ്രവേശനം വീണ്ടും ചർച്ചയായത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ബന്ധപ്പെട്ട് നേരത്തെയുള്ള നിലപാടിൽ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തുന്ന കാര്യം ആലോചിക്കും, അത് വിദഗ്ധരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായാണ് പ്രശാന്ത് പറഞ്ഞത്. അതായത് സർക്കാരിന്റെ അറിവോടുകൂടിയുള്ള നീക്കമായാണ് ഇത് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കാരണം ശബരിമല സ്ത്രീ പ്രവേശന വിഷയം CPMന് ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ, രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയ വിഷയമാണ്. അവരുടെ എക്കാലത്തെയും ഏറ്റവും ശക്തമായ വോട്ട് ബേസ് ആയിരുന്ന, അതിന്റെ അടിസ്ഥാനമായിരുന്ന ഹൈന്ദവ വോട്ടുകൾ വലിയ രീതിയിൽ ഇടതുമുന്നണിയിൽ നിന്ന് CPMൽ നിന്ന് മാറിപ്പോകാൻ ഇടയാക്കിയ ഒരു സംഭവം കൂടിയായത് മാറി. പ്രത്യേകിച്ചും ഹൈന്ദവ വോട്ടുകൾ BJPയിലേക്കും അതുപോലെ കോൺഗ്രസിലേക്കും വലിയ രീതിയിൽ പോയത് CPMന് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ശബരിമല സ്ത്രീ പ്രവേശനം അന്നത്തെ നിലപാടും ആ സർക്കാരിന്റെ നടപടികളുമൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് CPM അവരുടെ തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകന റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ ഹൈന്ദവ സംഘടനകളുമായി തങ്ങളുടെ വോട്ട് ബാങ്കുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ് CPM. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൽ അടക്കം NSS, SNDP ഉൾപ്പെടെ സംഘടനകളുടെ വലിയ പിന്തുണ സർക്കാരിനുണ്ട്. സർക്കാർ ആരാധനയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വാസമുണ്ടെന്ന് നേരത്തെ NSSന്റെ ഉന്നത നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കാനാണ് CPMന്റെ തീരുമാനം, സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ സർക്കാർ നേരിട്ട് സർക്കാർ നൽകിയ സത്യവാങ്മൂലം തിരുത്തിയില്ലെങ്കിലും ദേവസ്വം ബോർഡ് നൽകുന്ന സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. അന്ന് നടന്ന ആ യുവതി പ്രവേശനം, അന്ന് അവിടെ ദർശനം നടത്തി, അത് തെറ്റായി തോന്നുന്നു. ഞാൻ അത് സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ്. പിന്നെ അതിന്റെ മേലെ ചുറ്റിപ്പറ്റി തുടങ്ങുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതിന് വേറെ ആളോ നോക്കുന്നതല്ലേ. പക്ഷേ പ്രതിപക്ഷം ഈ നീക്കങ്ങളെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. നേരത്തെ നേരത്തെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു സർക്കാരിന്റെ ഇടതുമുന്നണിയുടെ മുഖമുദ്രയെങ്കിൽ ഇപ്പോൾ അത് ഭൂരിപക്ഷ പ്രീണനമാണ്. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സംഗമത്തെയും ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാടുകളെയും ഒക്കെ സംശയത്തോടെ കാണേണ്ടി വരുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. ഇന്ന് ഈ അയ്യപ്പ സംഗമത്തിന്റെ പരിപാടിയിൽ ക്ഷണിക്കാനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കന്റോൺമെന്റ് ഹൌസിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാനെത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം പ്രശാന്തിനെ കാണാൻ സമയം നൽകിയില്ല, കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല. കടുത്ത അതൃപ്തി പ്രതിപക്ഷത്ത് തുടരുകയാണ്. സർക്കാരിന്റെ ഈ നീക്കങ്ങൾ ഒപ്പമില്ല. മാത്രമല്ല അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കില്ലെന്ന് കൂടി വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷം. ഏതായാലും ശബരിമല സ്ത്രീ പ്രവേശനത്തിലൂടെ അയ്യപ്പനിലൂടെ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ പിടിക്കാൻ അയ്യപ്പ സംഘവും അതുപോലെ തന്നെ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ദേവസ്വം ബോർഡിന്റെ പുതിയ നിലപാടുകളും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയും CPM അതുപോലെ സർക്കാരും. VV അരുൺ.
ശബരിമലയുമായി ബന്ധപ്പെട്ട് CPM-ന് ഇരട്ടത്താപ്പ് ഇല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ശബരിമലയിൽ CPM-ന് എല്ലാ കാലത്തും ഒരു നിലപാടാണ്. CPM വിശ്വാസികൾക്ക് എതിരാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്നും LDF കൺവീനർ പറയുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമല്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശം. അത്തരത്തിൽ പറഞ്ഞൊഴിയുന്ന CPM നേതൃത്വം അയ്യപ്പ ഭക്തരെ വീണ്ടും അപമാനിക്കുകയാണ്. ഭക്തരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പമ്പയിലെ സമ്മേളനത്തിന് മുൻപ് ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. വായടപ്പിച്ച് പ്രധാനമന്ത്രിയുടെ മറുപടി. അമ്മയ്ക്കെതിരായ അസഭ്യ മുദ്രാവാക്യത്തിൽ വൈകാരികമായി പ്രതികരിച്ച് നരേന്ദ്രമോദി. മരിച്ചുപോയ തന്റെ അമ്മയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചുവെന്നും എല്ലാ അമ്മമാരെയുമാണ് കോൺഗ്രസും RJDയും അപമാനിച്ചതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. हर मां चाहती है कि बेटा बड़ा हो, मां के लिए कुछ न कुछ करता रहे, लेकिन मेरी मां ने खुद के लिए नहीं, आप जैसी करोड़ों माताओं की मैं सेवा कर सकूं इसलिए खुद से अलग करके मुझे जाने की इजाजत दी. अब मेरी मां का शरीर तो इस दुनिया में नहीं है. मेरी उस मां को जिसका राजनीति से कोई लेना देना नहीं, जिसका शरीर भी अब नहीं है, मेरी उस मां को RJD कांग्रेस के मंच से भद्दी भद्दी गालियां दी गई. മനു ഭാരത് ചേരുന്ന വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, എന്തൊക്കെ ഖേദപ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായി പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. എന്തൊക്കെ ആണ് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്? പ്രധാനമന്ത്രി ഇന്ന് രൂക്ഷമായ വിമർശനത്തിനപ്പുറത്തേക്ക് ഇതൊരു വൈകാരിക വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ബീഹാർ രാജ്യ ജീവിക നിധി സംഘർഷ് എന്ന അവിടുത്തെ ഒരു വനിതാ സംരംഭകരുടെ ഒരു സംഘിൽ അദ്ദേഹം നൂറുകണക്കിന് അവിടുത്തെ ഈ സ്വയം സംരംഭകരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വൈകാരികമായ ഇത്തരം ഒരു പ്രകടനം നടത്തിയത്. സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു പദ്ധതി, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഇത്രയും വലിയ സ്ത്രീ കൂട്ടത്തെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു വലിയ സദസ്സിനെ വെർച്വലായി അഭിസംബോധന ചെയ്തത്. അതിൽ അദ്ദേഹം പറഞ്ഞത് എല്ലാ അമ്മമാരും തങ്ങളുടെ മക്കൾ വളർന്നു വലുതാകുമ്പോൾ തങ്ങളെ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് തങ്ങളെ പരിരക്ഷിക്കും എന്നാണ് കരുതുന്നത്. പക്ഷേ ഇവിടെ തൻ്റെ അമ്മ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തന്നെ പിരിഞ്ഞിരുന്നു. വലിയൊരു ത്യാഗമാണ് അതുവഴി ചെയ്തത്. അങ്ങനെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായി തന്നെ വിട്ടതുകൊണ്ട് രാജ്യത്തെ നൂറുകണക്കിന് അമ്മമാരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും അത് നടപ്പിലാക്കാനും തനിക്ക് കഴിഞ്ഞു. പക്ഷേ 100 വയസ്സ് കഴിഞ്ഞ് ഈ ലോകം വിട്ടുപോയ തൻ്റെ അമ്മയെക്കുറിച്ച് രാഷ്ട്രീയത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ളൊരു അമ്മയെക്കുറിച്ച് ഇങ്ങനെ മോശം ഭാഷ ഉപയോഗിക്കുന്നത് എന്തിൻ്റെ സൂചനയാണ് എന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. ഇത് പറയുമ്പോൾ ആ പ്രസംഗം കേട്ടിരുന്ന പല ആളുകളും വികാരാതീതരായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പ്രധാനമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. നിങ്ങളുടെ പലരുടെയും കണ്ണുകളിൽ എനിക്ക് കണ്ണുനീർ കാണാൻ കഴിയും. ഇത് നിങ്ങളെപ്പോലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഇതിൻ്റെ വേദന മനസ്സിലാകും. അതേസമയം വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച മുഖ്യമന്ത്രിയുടെ മകന് ബീഹാറിൽ ഒരു വശത്തുണ്ട്, മറ്റൊന്ന് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ തേജസ്വിനെയും രാഹുലിനെയും ചൂണ്ടിക്കാണിച്ചു. അവർക്ക് പാവപ്പെട്ട അമ്മമാരുടെ വേദന അറിയില്ല. സാധാരണക്കാരായ ഒരു അമ്മ മകനെ വളർത്താനെടുക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. അമ്മമാരുടെ വേദന അവർക്കറിയില്ല. സ്ത്രീ വിരുദ്ധമായ ഒരു നിലപാടാണ് അവർക്കുള്ളത്. അവർ അധികാരത്തിൽ വരുമ്പോഴെല്ലാം സ്ത്രീ വിരുദ്ധമായ നിയമങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി തൻ്റെ രാഷ്ട്രീയമായ കൂടിയും അതിനപ്പുറത്തേക്ക് അത് വൈകാരികമായൊരു വിഷയമായി ബീഹാറിലെ സ്ത്രീകൾക്കിടയിൽ ഉയർത്തുകയാണ്. അത് കേട്ടുകൊണ്ടിരുന്ന പല സ്ത്രീകളും കരഞ്ഞു. ഒപ്പം തന്നെ
ബീഹാറിലെ BJPയുടെ അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളിനെ പോലുള്ളവർ തന്നെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് വികാരാതീതരായി മാറുന്ന കാഴ്ചയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വൈകാരികമായ ഒരു പ്രതലം സൃഷ്ടിച്ച് അത് വലിയ ഒരു വിഷയമായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അമ്മമാർക്ക് നേരെ നടത്തുന്ന ഒരു മോശം പ്രതികരണമായി തന്നെ ഉയർത്തിക്കാണിക്കാൻ പ്രധാനമന്ത്രി കഴിഞ്ഞു. അത് രാജ്യത്ത് വലിയ തോതിൽ ഇന്ന് ചർച്ചയാവുകയും ചെയ്തു. ബീഹാറിലും ഇത് വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് നടപടികൾ എടുത്തിട്ടുണ്ട്, പ്രതിയെ പിടിച്ചിട്ടുണ്ട്. മറ്റ് കോൺഗ്രസിലെയും ആളുകൾ RJDയിലെയും ഒക്കെ ആളുകൾ ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ വ്യക്തമാക്കുമ്പോഴും ഇത് കോൺഗ്രസിൻ്റെ RJDയുടെ ഒരു വേദിയിൽ വെച്ചാണ് ഒരാൾക്ക് അവരെല്ലാം അവിടുന്ന് പോയതിനു ശേഷമായിരിക്കാം, പക്ഷേ അങ്ങനെ വേദിയിൽ വെച്ചാണ് ഇത് പറഞ്ഞത് എന്ന തരത്തിൽ പ്രധാനമന്ത്രി ഉയർത്തിക്കാണിക്കുകയും അത് സ്ത്രീകൾക്ക് നടുവിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു നീക്കമായി അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അപ്പോൾ ഇത് കോൺഗ്രസിനും RJDക്കും ഇതുപോലെ ഒരു സ്ത്രീ വിരുദ്ധ നിലപാടാണ് ഉള്ളത് എന്ന് പറയാൻ കൂടി രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ ഒരു ആയുധമാക്കുകയാണ് പ്രധാനമന്ത്രി ഇന്ന് ചെയ്തത്. മനു സൂചിപ്പിച്ച പോലെ വൈകാരികമായി അതിനെ കൊണ്ടുവരാൻ, അതിനെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രധാനമന്ത്രി ശ്രമിച്ചു, അതിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാക്കാൽ പരാമർശവുമായി കോടതി. ഗവർണർക്ക് അനന്തമായി ബില്ലുകൾ പിടിച്ചുവെക്കാനാവില്ല എന്ന പരാമർശവുമായി സുപ്രീം കോടതി. രാഷ്ട്രപതിക്ക് ബില്ലുകളിൽ അംഗീകാരം നൽകാനുള്ള സമയപരിധിയെ സംബന്ധിച്ചുള്ള പ്രസിഡൻഷ്യൽ റഫറൻസ് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് നിലപാട് വ്യക്തമാക്കിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദൂർക്കർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മനു ഭരത് തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, ഇതിൽ വാദം പൂർത്തിയായോ അതോ ഇനിയും തുടരാനുണ്ടോ? ഇത് നാളെയും കേൾക്കും. കാരണം ഇത് രാഷ്ട്രപതിയാണ് ഇത്തരത്തിലൊരു പ്രസിഡൻഷ്യൽ റഫറൻസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് വരുന്ന ബില്ലുകൾ, ഗവർണർക്ക് മുന്നിൽ വരുന്ന ബില്ലുകൾ, അത് ഭരണഘടനയുടെ സെക്ഷൻ 143(1) പ്രകാരം അതിന് സമയപരിധി നിശ്ചയിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ്. അതിലൊരു നിയമപരമായ ഒരു മറുപടി കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രപതി എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ സെക്ഷൻ 142 എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതിനെ സംബന്ധിച്ച്, അതായത് ഒരു ബില്ല് നിയമസഭ പാസ്സാക്കുമ്പോൾ അത് ഗവർണർക്ക് വിടുമ്പോൾ അത് രാഷ്ട്രപതിക്ക് അവർ അയക്കുമ്പോൾ ഒക്കെ അതിനൊരു സമയപരിധി നിശ്ചയിക്കാൻ കഴിയുമോ, അതേ സംബന്ധിച്ചുള്ളൊരു നിയമപരമായൊരു ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് തമിഴ്നാടിന് വേണ്ടി മനു അഭിഷേക് സിംഗ്വിയും വെസ്റ്റ് ബംഗാളിന് വേണ്ടി കപിൽ സിബലും ഹാജരായി. ഇവരെല്ലാം തന്നെ പറഞ്ഞത് ഇത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ ഇങ്ങനെ തടഞ്ഞു വയ്ക്കാൻ രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ ഗവർണർമാർക്ക് കഴിയുന്നത് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് ആളുകൾ അല്ലെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ട് ഹാജരായ അഭിഭാഷകർ വ്യക്തമാക്കി. അതേസമയം സോളിസിറ്റർ ജനറലും ഈ വിഷയം അവിടെ ഉന്നയിച്ചു. അതൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് വരാൻ പാടില്ല എന്ന ചർച്ചകൾക്ക് നടുവിലാണ് ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ ഒരു നിലപാട് തൻ്റേത് വ്യക്തമാക്കിയത്. കാരണം അത് വിസ്ഡം ഓഫ് ദ ലെജിസ്ലേച്ചർ എന്നാണ് പറയുന്നത്. ലെജിസ്ലേച്ചറിൻ്റെ, അതായത് നിയമസഭയുടെ ഒരു ജ്ഞാനത്തിന് അല്ലെങ്കിൽ അറിവിന് മുകളിൽ അങ്ങനെ ഗവർണർമാർക്ക് ഇരിക്കാൻ കഴിയില്ല, തുടർച്ചയായി ഇരിക്കാൻ കഴിയില്ല. ഒരു കാര്യം അവർ വ്യക്തമാക്കേണ്ടത്, ബില്ല് വേണമെങ്കിൽ ചില നിർദ്ദേശങ്ങളോടെ തിരിച്ചയക്കാം അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം, പക്ഷേ അതിനൊക്കെ ഒരു സമയപരിധി വേണം. ഇതിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാന വിഷയം, ഇപ്പോൾ ധനവിനിയോഗ ബില്ലുകൾ ഉൾപ്പെടെ ഇതുപോലെ തടഞ്ഞു വെക്കപ്പെട്ടാൽ അത് സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നൊക്കെ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തെ മറ്റൊരു സംവിധാനം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലെ 5 ജഡ്ജിമാരിൽ 3 പേരും ഏതാണ്ട് ഇതേ നിലപാടാണ് ഇന്ന് വാക്കാലിലുള്ള പരാമർശങ്ങളിൽ വന്നത്. പക്ഷേ ഇതിൻ്റെ അന്തിമ ഫലം എന്താകുമെന്നറിയില്ല. ഏതായാലും കപിൽ സിബൽ ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി മനു അഭിഷേക് സിംഗ്വിയും ഇന്ന് അവരുടെ വാദമുഖങ്ങൾ നിരത്തി. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത സഭകളുടെ പരമാധികാരത്തെ സംരക്ഷിക്കണമെന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതേസമയം ഇത് ഭരണഘടന ഇത്തരത്തിലുള്ളൊരു വ്യാഖ്യാനം നൽകുന്നുണ്ടോ, ഭരണഘടനയുടെ സെക്ഷൻ 142 അതുപോലെ സെക്ഷൻ 200 ഒക്കെ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കാം എന്നതിനെക്കുറിച്ച് കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നൊക്കെയാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ അവിടെ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഇതിൽ നാളെയും വാദം കേൾക്കും. അന്തിമമായി കോടതി എന്തൊരു അഭിപ്രായമാണ്, അതിന് കോടതിയുടെ ഒരു ഒപ്പീനിയനാണ് പ്രധാനമായും പുറത്തേക്ക് വരേണ്ടത്. അത് എങ്ങനെ ആയിരിക്കും എന്നതിനെ സംബന്ധിച്ച് എല്ലാവരും നാളെയും വാദം കേൾക്കും, വാദം തുടരും. അപ്പോൾ അതിലൊരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് മിനി കാപ്പനെ മാറ്റും. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം അംഗീകരിച്ചാണ് നടപടി. പകരം ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ രശ്മി ആറിനാണ് ചുമതല.
മിനി കാപ്പനെ അംഗീകരിക്കില്ലെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാടെടുത്തതോടുകൂടിയാണ് ഈ നടപടി. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ യോഗത്തിന് ശേഷം ഇതാദ്യമായാണ് വീണ്ടും സിൻഡിക്കേറ്റ് ചേരുന്നത്. യോഗം ആരംഭിച്ചതു മുതൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വലിയ പ്രതിഷേധമുയർത്തി. രജിസ്ട്രാർ നിയമനം സിൻഡിക്കേറ്റിന്റെ അധികാരമാണെന്നും VCയുടെ നടപടി ചട്ടവിരുദ്ധമെന്നും ഇടതംഗങ്ങൾ വാദിച്ചു. പ്രതിഷേധം കടുത്തതോടെ സമവായ നീക്കമായി മിനി കാപ്പന്റെ നിയമനം സിൻഡിക്കേറ്റ് റദ്ദാക്കി. പകരം ചുമതല കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർ രശ്മി ആറിന് നൽകി. തീരുമാനം ഔദ്യോഗികമാകുന്നതോടെ മിനി കാപ്പൻ ചുമതലയിൽ നിന്ന് ഒഴിയും. നേരത്തെ കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മിനി കാപ്പൻ തന്നെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിന് കത്തയച്ചിരുന്നു. പദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചാണ് VCക്ക് കത്ത് നൽകിയത്. പുതിയ തീരുമാനത്തോടെ സർവകലാശാല നേരിടുന്ന ഭരണപ്രതിസന്ധിക്ക് പരിഹാരമാകാനാണ് സാധ്യത. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ വിഷയം യോഗം പരിഗണിച്ചില്ല. അനിൽകുമാറിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ സാങ്കേതികമായി വിഷയത്തിൽ തീരുമാനമെടുക്കാനായില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരിടവേള. യമുനയുടെ കരകളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തുടർന്ന് വലിയ ഗതാഗത തടസ്സവും അനുഭവപ്പെടുന്നുണ്ട്. ഡൽഹിയിൽ 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൂറ്റൻ ട്രാഫിക് ജാമാണ് ഇന്ന് വൈകുന്നേരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഡൽഹിയിൽ ഉടനീളം വലിയ തോതിൽ ഗതാഗത കുരുക്കാണ്. പലയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. യമുന നദീതീരത്ത് ഇതുപോലെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് അവിടെ താമസിക്കുന്നവരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പമാണ് ഇരട്ട ദുരിതമായി ഈ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ട്രാഫിക് ജാമും എത്തിയത്. വിനോദ് ചേരുന്ന വിവരങ്ങളായി. വിനോദ്, വലിയ പ്രശ്നമാണല്ലോ രാജ്യ തലസ്ഥാനത്ത്. അവിടെ വെള്ളക്കെട്ട്, ട്രാഫിക് ജാം, മഴ, എന്തായി സാഹചര്യം? അവിടെ അലേർട്ടൊക്കെ എന്താണ് ഇപ്പോൾ? എൽദോ, വലിയ കെടുതിയാണ് ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്നത്. ശക്തമായ മഴ 2 ദിവസമായി തുടരുകയാണ്. നാളെയും വിവിധ സംസ്ഥാനങ്ങളിൽ ആ തരത്തിൽ തന്നെയാണ് തീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡൽഹി ജയ്പൂർ ഹൈവേയിലുള്ള ഗതാഗത കുരുക്കിൻ്റെ ദൃശ്യങ്ങളാണ്. ഏതാണ്ട് 7 മണിക്കൂർ വരെയാണ് ഈ ഗതാഗത കുരുക്ക് നീണ്ടത്. കഴിഞ്ഞ ദിവസവും ഇന്നുമായൊക്കെ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചാബിൽ മഴക്കെടുതിയിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 29ആയി. പഞ്ചാബ് സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളുടെ അടക്കം കേന്ദ്രത്തിൻ്റെ അടക്കമുള്ള സഹായം തേടിയിട്ടുണ്ട്. 10 ജില്ലകളെയാണ് അവിടെ പ്രളയം ബാധിച്ചിട്ടുള്ളത്. പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. 26 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് പഞ്ചാബിൽ അനുഭവപ്പെട്ടത്. ശരാശരി 146 മില്ലിമീറ്റർ ലഭിക്കേണ്ടിടത്ത് 254 മില്ലിമീറ്റർ മഴ ലഭിച്ചു. 74% മഴയാണ് പഞ്ചാബിൽ അനുഭവപ്പെട്ടത്. ഡൽഹിയിലും സ്ഥിതി അതുതന്നെയാണ്. യമുനാ നദി കരകവിഞ്ഞിട്ടുണ്ട്. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ യമുനയുടെ കരകളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് പല കേന്ദ്രങ്ങളിൽ നിന്നും അവരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. ഗുരുഗ്രാം, നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെടുകയാണ്. ഗുരുഗ്രാമിലാണ് ഈ തരത്തിലുള്ള ഗതാഗത കുരുക്ക് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതിന് സമാനമായ തരത്തിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഗാസിയാബാദിലും നോയിഡയിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. യമുനാ ബസാറിൽ നിന്നാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ മേഖലയിൽ നിന്ന് നിരവധി പേരെ മാറ്റിയിട്ടുണ്ട്. അപകടകരമായ നിലയിൽ ജലനിരപ്പ് അവിടെ തുടരുകയാണ്. ഹരിയാന, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ മിന്നലോടുകൂടിയ കൊടുങ്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ടായി. തെക്ക് കിഴക്കൻ തീരമേഖലയിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം പാകിസ്ഥാനുമായി ഇപ്പോൾ നിലനിൽക്കുന്ന തർക്കങ്ങൾ. പക്ഷേ ഈ ഇരു രാജ്യങ്ങൾക്കിടയിലും ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികൾ ധാരാളമുള്ളതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മുന്നറിയിപ്പുകൾ അതിന് കൃത്യമായ ഇടപെടലുണ്ടാകണം. ഇന്ത്യ ഇതിനകം തന്നെ പാകിസ്ഥാന് ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മാനുഷിക പരിഗണന മുൻനിർത്തി ഡൽഹിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നു എന്ന വിവരം കൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ടല്ലോ. വിനോദാണ്. ഉത്തരേന്ത്യയിൽ കനത്ത മഴക്കെടുതിയാണ്. അതിദുരിതമാണ്. വലിയ ദുരിതം. വലിയ തോതിൽ ഗതാഗത തടസ്സമുണ്ടാകുന്നു. നാടെങ്ങും
വെള്ളക്കെട്ടാണ്. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. യമുന നദീതീരങ്ങളിൽ പ്രത്യേകിച്ചും വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത്. 7 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള 7 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന ഗതാഗത തടസ്സവും ഉണ്ടായി ഡൽഹിയിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിന് മുന്നിൽ പിറക്കുകയാണ് പുതുസഖ്യം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരോക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിലരുടെ സാമ്പത്തിക സ്വാർത്ഥത വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും അത്തരം വെല്ലുവിളികളെ അതിജീവിക്കുമെന്നും മോദി പറഞ്ഞു. ഇന്ത്യ-US വ്യാപാര ബന്ധം ഏകപക്ഷീയമായ ദുരന്തമാണെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു മോദിയുടെ വിമർശനം. ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നുവെന്നും ഇന്ത്യയുമായി ചേർന്ന് ഭാവി പടുത്തുയർത്താൻ ലോകം തയ്യാറാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. പുതിയ സൗഹൃദത്തിന് തുടക്കം കുറിച്ച് അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയും ചൈനയും റഷ്യയും അടങ്ങുന്ന ത്രികക്ഷി സഖ്യത്തിന് കളമൊരുങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തെ മറികടക്കാൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ ഈ ത്രികക്ഷി സഖ്യത്തിലുണ്ടാകും. അതിനിടെ സമൂഹമാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇന്ത്യൻ വാണിജ്യ ബന്ധം അത് ഏകപക്ഷീയമാണെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തെ മറികടക്കാൻ ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയ വാതിലുകൾ തുറക്കുകയാണ് ഇന്ത്യ. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ അമേരിക്കയ്ക്കെതിരായ വിലപേശലിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു. നിർജീവ അവസ്ഥയിലായിരുന്ന ഷാങ്ഹായ് സഹകരണ രാജ്യങ്ങളുടെ കൂട്ടായ്മ പൊതുശത്രുവിനെതിരെ ഒന്നിക്കുകയാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുകയാണ് പുതിയ അച്ചുതണ്ടിന്റെ ലക്ഷ്യം. ലോകത്ത് ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന റഷ്യയും അഫ്ഗാനിസ്ഥാനും SCOയിലെ അംഗരാജ്യങ്ങളായ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും സഹായകരമായ രീതിയിൽ ഇന്ധനം നൽകുകയാണെങ്കിൽ തെക്കനേഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കും. വിമാനങ്ങളും യുദ്ധസാമഗ്രികളും എണ്ണയും തങ്ങൾ നൽകുമെന്ന അമേരിക്കൻ താൽപ്പര്യങ്ങളെ വേരോടെ പിഴുതെറിയുകയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം. ഡിസംബറിൽ ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടി ഇന്ത്യ സന്ദർശിക്കുന്നതോടെ ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ വർദ്ധിക്കും. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ പിന്നോട്ടില്ല എന്ന ഇന്ത്യയുടെ നിലപാടിന് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ലഭിക്കുന്നതോടെ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ ത്രികക്ഷി സഖ്യത്തിൽ ഇന്ത്യ നിർണായക ശക്തിയായി മാറും. അതിനിടെ ഇന്ത്യയുമായുള്ള വ്യാപാരം ഏകപക്ഷീയ ദുരന്തമാണെന്ന പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ എടുത്തു കളയാം എന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതാണെന്നും എന്നാൽ സമയം ഏറെ വൈകിയെന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. എന്നാൽ ഒരടി പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. ഉച്ചകോടിയുടെ വേദിയിൽ നിന്ന് ഒരേ കാറിൽ നരേന്ദ്രമോദിയോടൊപ്പം പുടിനും മടങ്ങിയത് സൂചിപ്പിക്കുന്നതും ട്രംപിന്റെ ഭീഷണി കണക്കിലെടുക്കുന്നില്ലെന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി. ഷർജീൽ ഇമാം, ഉമർ ഖാലിദ്, അത്തർ ഖാൻ, അബ്ദുൽ ഖാലിദ് സൈഫി, ഗൾഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷദാബ് അഹമ്മദ് എന്നിവർക്കാണ് ജാമ്യം നിഷേധിച്ചത്. 2020 ഫെബ്രുവരി 23-നാണ് വടക്കു കിഴക്കൻ ഡൽഹിയിൽ അക്രമം പൊട്ടിപ്പുറപ്പെടുന്നത്. പൗരത്വ നിയമ ഭേദഗതിയെ ചൊല്ലിയായിരുന്നു സംഘർഷത്തിൽ 53 പേർ കൊല്ലപ്പെടുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. JNU മുൻ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ UAPA പ്രകാരമാണ് കേസെടുത്തത്. വിചാരണ കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തെലങ്കാനയിലെ BRS നേതാവ് K. കവിതയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പാർട്ടി വിരുദ്ധ പ്രസ്താവനകളുടെ പേരിലാണ് നടപടി. കലേശ്വരം പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ ഹരീഷ് റാവു, സന്തോഷ് റാവു അടക്കം BRSലെ സീനിയർ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് കവിത ആരോപിച്ചിരുന്നു. പാർട്ടി അധ്യക്ഷൻ K. ചന്ദ്രശേഖർ റാവുവാണ് മകളെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയെ ആക്രമിച്ചതിൽ വിശദീകരണവുമായി CPM. മറുനാടൻ മലയാളി വ്യാജ വാർത്ത നൽകി അപമാനിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരനാണ് ഷാജനെ മർദ്ദിച്ചത് എന്നാണ് വാദം. DYFI ബ്ലോക്ക് സെക്രട്ടറി ശരത്താണ് സമൂഹ മാധ്യമം വഴി വിശദീകരണവുമായി എത്തിയത്. CPMന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൊട്ടേഷനാണ് മർദ്ദനമെന്ന മറുനാടന്റെ വാദവും ശരത്ത് തള്ളി. അടിച്ചത് ശരിയോ തെറ്റോ എന്ന് നിയമപരമായി പരിശോധിക്കട്ടെ എന്നും വീഡിയോയിൽ പറയുന്നു.
അതേസമയം കേസിൽ 4 പ്രതികൾക്ക് കോടതി ഇന്ന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. തൊടുപുഴ കോടതിയാണ് ജാമ്യം നൽകിയത്. പത്തനംതിട്ട തിരുവല്ലയിൽ AIG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം വഴി യാത്രക്കാരനെ ഇടിച്ചിട്ട സംഭവത്തിൽ വിചിത്ര നടപടിയുമായി തിരുവല്ല പോലീസ്. അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റയാളെ പ്രതിയാക്കി തിരുവല്ല പോലീസ് കേസെടുത്തു. ഓഗസ്റ്റ് 30 രാത്രിയിലായിരുന്നു ഈ അപകടം. AIGക്കായി പോലീസ് ഒത്തുകളിച്ചുവെന്നാണ് ആക്ഷേപം. ഓഗസ്റ്റ് 30 രാത്രിയാണ് തിരുവല്ല കുറ്റൂരിൽ വെച്ച് AIG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം ഇതര സംസ്ഥാന തൊഴിലാളിയായ വഴിയാത്രക്കാരനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ തിരുവല്ല പോലീസ് പരിക്കേറ്റ അതിഥി തൊഴിലാളിയുടെ പേരിൽ കേസെടുക്കുകയായിരുന്നു. മോട്ടോർ വാഹന നിയമപ്രകാരമാണ് കേസെടുത്തത്. വാഹനമോടിച്ച ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നാണ് പോലീസിന്റെ വാദം. AIGക്കായി പോലീസ് ഒത്തുകളിച്ചെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനം ജില്ലയിൽ അപകടത്തിൽപ്പെട്ടിട്ടും ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കാതെ തിരുവല്ല പോലീസ് വിചിത്രമായ രീതിയിൽ കേസെടുത്തതിൽ പത്തനംതിട്ട SP R ആനന്ദ് കടുത്ത അതൃപ്തിയിലാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു. ന്യൂസ് 18 പത്തനംതിട്ട. ചേർത്തലയിൽ ഒന്നൊന്നായി പൊളിയുന്നു തിരക്കഥകൾ. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാനത്തിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. ബിന്ദു പത്മനാഭന്റെ സ്ഥലം സ്വന്തമാക്കിയ സതീശന്റെ വീട്ടിലും ഹോട്ടലിലും റെയ്ഡ് നടത്തിയ സംഘം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. സതീശന്റെ സഹോദരന്റെ മരണത്തിലും അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ട്. സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട് സതീശൻ ന്യൂസ് 18 നൽകിയ പ്രതികരണം ദുരൂഹത നിറഞ്ഞതായിരുന്നു. പിന്നാലെയാണ് അന്വേഷണ സംഘം ഈ നീക്കം ആരംഭിച്ചത്. ന്യൂസ് 18 ഇമ്പാക്ട്. ബിന്ദു പത്മനാഭൻ ഐഷ തിരോധാന കേസുകൾ അന്വേഷിക്കുന്ന സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെയും ഒപ്പം തന്നെ ചേർത്തല പോലീസിന്റെയും അന്വേഷണ സംഘമാണ് ഇന്നലെ സതീശനിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. സതീശന്റെ പള്ളിപ്പുറത്തെ ലോഡ്ജ് അന്വേഷണ സംഘം റെയ്ഡ് ചെയ്തു. ഒപ്പം തന്നെ അയാളുടെ വീട്ടിലും പരിശോധന നടത്തി എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ബിന്ദു പത്മനാഭന്റെ ഭൂമി വാങ്ങിയ ആളാണ്, അതായത് കോടതി മുഖാന്തരം എക്സ്പാർട്ടി വിധിയിലൂടെ കൈക്കലാക്കിയ ആളാണ് സതീശൻ എന്നുള്ളതാണ്. സതീശൻ നിർണായകമായ വെളിപ്പെടുത്തൽ ന്യൂസ് 8 നടത്തിയിരുന്നു. അതായത് 2005 ശേഷം ബിന്ദു പത്മനാഭൻ ജീവനോടെ ഇല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ 2006 ബിന്ദു പത്മനാഭൻ തന്റെ മുന്നിലേക്ക് സെബാസ്റ്റ്യനുമായി ഭൂമി വിൽക്കുന്നതിനുള്ള ഇടപാടുകൾക്കായി എത്തി എന്നുള്ള നിർണായകമായ വിവരമാണ് ഇയാൾ നമ്മളോട് പങ്കുവച്ചത്. മാത്രമല്ല അതിനുശേഷം, അതായത് പിറ്റേ ദിവസം അമ്പലപ്പുഴയിലെ ഭൂമി കാണാൻ പോകുന്ന ഘട്ടത്തിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ ബിന്ദു പത്മനാഭൻ ഉണ്ടായിരുന്നു എന്നും അന്ന് അവർ ഒരുമിച്ചാണ് അവിടെ താമസിച്ചിരുന്നത് എന്നുള്ളതും സതീശൻ വ്യക്തമാക്കിയിരുന്നു. പ്രോപ്പർട്ടി കാണാൻ വന്നപ്പോഴും ബിന്ദു ഇല്ല അല്ലേ? ബിന്ദു വീട്ടിലിരുന്നു, സെബാസ്റ്റിന് വീട്ടിലിരുന്നു. ഞങ്ങൾ പോയി കണ്ട്. അന്നാ ഇതുപോലെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അന്നല്ല, ബിന്ദു വീട്ടിലുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞതാണോ അതോ ചേട്ടൻ കണ്ടു? എന്റെ അടുത്ത് വന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. സെബാസ്റ്റിന് വീട്ടിലിരിക്കുമ്പോൾ സെബാസ്റ്റിന്റെ ഭാര്യ ഉണ്ടോ? അന്ന് സെബാസ്റ്റ്യൻ കല്യാണം കഴിച്ചിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ സെബാസ്റ്റ്യൻ കാറുമായിട്ട് വന്നിട്ടാണ് ഞങ്ങൾ അമ്പലപ്പുഴ പോകണം. അന്നിട്ട് സെബാസ്റ്റിന് വീട്ടിൽ താമസിച്ചിരുന്നു. അവിടെയാണ് ബിന്ദു പത്മനാഭനെ അവിടെ വെച്ച് കണ്ടിരുന്നു എന്ന് പറയുന്നതാണ് ഈ സതീശിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി. പക്ഷേ അതിനു മുമ്പേ തന്നെ ബിന്ദു പത്മനാഭൻ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അവിടെയാണ് സംശയത്തിൻ്റെ ആദ്യ മുന തെളിയുന്നത്. എന്താണെങ്കിലും ന്യൂസ് 9 സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.